വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓപ്പൺ കോഴ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ വേ ഓഫ് ഡിഫൈനിങ് ദിസ് ടു കൺസെപ്റ്റ്സ് അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൽ എത്ര ശതമാനം ലാഭമുണ്ടായി, എത്ര ശതമാനം നഷ്ടമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വേരിയബിൾസും തരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ലോസ് പെർസെൻറ്റേജ് കണ്ടെത്താം എന്നതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. So before getting into much details, let's discuss some core terminologies. The first is cost price. Or CP. Cost price is the amount paid to purchase an article or the price at which the article is made. The amount paid to purchase an article or material. Okay. നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ബിസിനസ്സിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. Okay, this is the fundamental. I think it's easy to understand, nothing to explain about cost price. Now, നമ്മളൊരു article or a material we purchase from some other owners or some other persons or for some other businessman. Now, after that, we have to carry that over to our business utility and then sell it. So, നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ട അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മൾ വേറൊരു ബിസിനസ് മാൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ബിസിനസ് യൂട്ടിലിറ്റിയിൽ കൊണ്ടുവന്ന ശേഷമാണ് നമ്മളത് വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പർച്ചേസ് ചെയ്തതിന് ശേഷം വി മേ ഹാവ് എ ലോട്ട് ഓഫ് അതർ എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ് ഉണ്ടാകാം, മറ്റ് പല രീതിയിലുള്ള എക്സ്പെൻസസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും കൂടെയുള്ള ആകെ തുകയാണ് നമ്മൾ എഫക്റ്റീവ് കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. എഫക്റ്റീവ് കോസ്റ്റ് പ്രൈസ്. Okay, so effective cost price means which is actually equal to the cost price plus additional expenses. Okay, ഇതിനെയാണ് എഫക്റ്റീവ് കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് വേണ്ട ഒരു കമ്മോഡിറ്റി നമ്മൾ ഒരു ബിസിനസ് മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അതിനെ നമ്മൾ നമ്മുടെ ബിസിനസ് യൂട്ടിലിറ്റിയിലേക്ക് എത്തിച്ചു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു സെൽ ഇറ്റ്. സോ വി ഹാവ് ടു അസൈൻ എ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഇസ് ദ എമൗണ്ട് വിത്ത് വിച്ച് വി ആർ ആക്ച്വലി സെല്ലിംഗ് ദ കമ്മോഡിറ്റി ഓർ ആൻ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബിസിനസ് ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്മോഡിറ്റി നമ്മൾ സെല്ല് ചെയ്യാൻ ഒരു യൂണിറ്റിന് ഇത്ര തുക എന്ന രീതിയിൽ സെല്ല് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് SP എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്മോഡിറ്റി നമ്മൾ ഫുള്ളി സെല്ല് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, അതായത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് which is greater than total cost. Okay, അങ്ങനെയാണെങ്കിൽ we can say that our business is in profit.
ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്. എന്ന് വെച്ചാൽ നമ്മൾ ആകെ വിറ്റ ബിസിനസ്സിന് വേണ്ടി ആകെ നമ്മൾ ചിലവഴിച്ച തുകയെക്കാട്ടിലും കുറച്ച് പൈസയെ നമ്മൾ ബിസിനസ് കമ്മോഡിറ്റി വിറ്റപ്പോൾ കിട്ടിയുള്ളൂ. അതാണ് സെല്ലിംഗ് പ്രൈസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. സോ അവർ ബിസിനസ് ഈസ് ഇൻ ലോസ്. സോ ഇത് ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്മാൻ്റെയും ബേസിക് ഒബ്ജക്റ്റീവ്. അല്ലെങ്കിൽ ഈവൻ there's a possibility that it can be in a loss. So how is it possible to minimize our loss? Okay, അതായിരിക്കണം ഒരു ബിസിനസ്മാൻ്റെ ഏറ്റവും മിനിമം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ പ്രോഫിറ്റ് ഷുഡ് ബി ഈക്വൽ ടു selling price, total selling price minus cost price. So loss should be equal to cost price minus selling price. Okay, so this is the idea. There's nothing much to describe among this. ഇനി കോസ്റ്റ് പെർസെൻറ്റേജ്, അതായത് ഒരു ബിസിനസ് എത്ര ശതമാനം ലാഭമുണ്ടായി. കാരണം നമ്മളൊരു ബിസിനസ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വി മേ ഹാവ് invested a lot of amount in that. Okay, so after that investment you made some profit, some sort of profit. So you cannot always quantify the profit or loss in usual numbers. ഓക്കെ, സോ അതിനേക്കാട്ടിലും ബെറ്റർ വേയിൽ ഒരു ബിസിനസ്സിൻ്റെ ആകെ ലാഭത്തെയും നഷ്ടത്തെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അതിനെ പെർസെൻറ്റേജ് ആക്കുന്നതാണ്. ബിക്കോസ് ഇൻ പെർസെൻറ്റേജ് യു ആർ ആക്ച്വലി ക്വാണ്ടിഫൈങ് ദിസ് ലോസ് or profit in terms of any number in between 0 and 100. Okay, so that's an easy way to understand. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് 20% ലാഭമുണ്ടായി എന്ന് വെച്ചാൽ ആ ബിസിനസ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും 20% കൂടുതൽ തുക അയാൾക്ക് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ബിസിനസ്സിൽ 20% നഷ്ടമുണ്ടായി എന്ന് വെച്ചാൽ അയാളുടെ ബിസിനസ്സിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 20% കുറഞ്ഞ തുക മാത്രമേ അയാൾക്ക് കിട്ടിയുള്ളൂ. സോ ഇറ്റ് ഈസ് ഈസി ടു ക്വാണ്ടിഫൈ a business, whether or not a business is in profit or loss, or understand a business perspective if you define the profit or loss in terms of percentage. So പെർസെൻറ്റേജിലാക്കിയാൽ കൃത്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ ലാഭത്തെയും നഷ്ടത്തെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ 10 ലക്ഷം രൂപ ഒരാൾ ബിസിനസ് ചെയ്തിട്ട് 1999 രൂപ അതിൻ്റെ ലാഭമുണ്ടായി എന്ന് പറയുന്നത് 2000 രൂപയ്ക്ക് ബിസിനസ് ചെയ്തിട്ട് 1999 രൂപ ലാഭമുണ്ടായി എന്ന് പറയുന്നതും രണ്ടാണ്. These are two different things. Okay, so അതിനെ പെർസെൻറ്റേജിലാക്കിയാൽ ഇറ്റ് ഈസ് ഈസി ടു ക്വാണ്ടിഫൈ, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ തിങ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കുന്നത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ആക്ച്വലി, സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു, പ്രോഫിറ്റിനെ പെർസെൻറ്റേജ് ആക്കുക. സോ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ടൈംസ് 100. ഓക്കെ, നമുക്കുണ്ടായ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, അല്ലെങ്കിൽ എസ് പി, പ്രോഫിറ്റ് എന്നുള്ളത് എസ് പി മൈനസ് സി പി ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എസ് പി മൈനസ് സി പി ബൈ സി പി ഇൻറ്റു 100. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സിമിലർലി വി ക്യാൻ ഹാവ് ലോസ് പെർസെൻറ്റേജ് ആസ് വെൽ. സോ എത്രമാത്രം ലോസിനെ ഉണ്ടായി ആ ലോസിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ലോസ് പെർസെൻറ്റേജ് ഇസ് ആക്ച്വലി loss incurred by cost price into 100, or CP minus SP by CP times 100. This is actually loss. And അപ്പം ഇതിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? ദിസ് ഈസ് എ ബെറ്റർ വേ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? ഓക്കെ, വി ഹാവ് ടു ഒബ്സർവ് ദാറ്റ് ആസ് വെൽ. ഓക്കെ, assume that a businessman A invest, he has a cost price 10,000 rupees and he had made a profit of 1,000 rupees. His profit is actually 1,000 rupees. Okay, businessman B, അയാളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വീണ്ടും 1000 rupees-ആണ്. ഓക്കെ, സോ ഇവർ രണ്ട് പേരും ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത തുക രണ്ടാണ്. ഓക്കെ, പക്ഷെ അവർക്കുണ്ടായ പ്രോഫിറ്റ് സെയിം ആണ്. പക്ഷെ നമ്മളപ്പോൾ ഇതിനെ പ്രോഫിറ്റ് എന്ന ടേംസിൽ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ദിസ് ഈസ് ബോത്ത് ദ ബിസിനസ് ഹാവ് ദ സെയിം പ്രോഫിറ്റ്. സോ ദേഴ്സ് നത്തിങ്, ഒരാളുടെ ഏത് ബിസിനസ് ചെയ്യണം, ഇനിയും ഏത് ബിസിനസ്സാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ദ പ്രോഫിറ്റ് ഈസ് സെയിം.
സോ വി കനോട്ട് ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് തെറ്റാണ്. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത തുക 2ആണ്. സോ ഇത് പ്രോഫിറ്റിൻ്റെ ടേംസിൽ, പ്രോഫിറ്റിനെ എമൗണ്ട് മാത്രത്തിൻ്റെ ടേംസിൽ ക്വാണ്ടിഫൈ ചെയ്താൽ ബോത്ത് ദ ബിസിനസ് ആർ സെയിം ടു ബി ഈക്വലൻറ്റ്, സെയിം. ഓക്കെ, പക്ഷെ അതിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റിൽ എയുടെ കേസിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ആക്ച്വലി 1000 by 10,000 into 100, okay, which is equal to 10. സോ എ എന്ന് പറഞ്ഞ ബിസിനസ്സുകാരന് അയാളുടെ ബിസിനസ്സിൽ 10% ലാഭമാണ് ഉണ്ടായത്. നൗ കൺസിഡർ ദ കേസ് ഓഫ് ബി. ബിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 1000 at a profit divided by cost price 1000 into 100, so which is equal to 100. അയാൾക്ക് 100% ലാഭം ഉണ്ടായി, ഇയാൾക്ക് 10% ലാഭം ഉണ്ടായി. അതായത് ഈവൻ ദോ ദ പ്രോഫിറ്റ് എമൗണ്ട് ഈസ് സെയിം, ദ പ്രോഫിറ്റ് ഈസ് ആക്ച്വലി നോട്ട് ആക്ച്വലി സെയിം. ബിക്കോസ് ഒന്നാമത്തെ ആൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 1000 രൂപ അയാൾക്ക് കിട്ടിയത്. രണ്ടാമത്തെ ആൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് 1000 രൂപ കിട്ടി. സോ ഇൻ എ ബിസിനസ് പ്രൊപ്പോസിഷൻ the business of B is actually better compared to business of A in terms of a pure percentage perspective. കാരണം എ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എക്ക് 1000 രൂപ എക്സ്ട്രാ കിട്ടി, അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇരട്ടി പൈസ കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അയാൾക്ക് 100% ലാഭം കിട്ടി. അയാൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ ആ എമൗണ്ട് തിരികെ കിട്ടുക മാത്രമല്ല, ആ എമൗണ്ടിൻ്റെ അത്രയും തുക തന്നെ അയാൾക്ക് ലാഭവും കിട്ടി. ബി എന്ന് പറഞ്ഞ ആൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും അയാൾക്ക് 10% ലാഭം കിട്ടുകയുള്ളൂ. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ള് തിരികെ കിട്ടി, അതിൻ്റെ 10-1 ഭാഗം കൂടെ അയാൾക്ക് എക്സ്ട്രാ കിട്ടി. സോ ഓൺ എ ബിസിനസ് പെർസ്പെക്റ്റീവ് ദിസ് പെർസെൻറ്റേജ് explanation looks far more better than merely quantifying these numbers. So that's why we define profit and loss. So this is the first thing regarding percentage. The second thing is actually a second remark. Okay, this percentage not always gives the correct picture. Okay, so consider a businessman A who buys 10 pens and at a 10 rupees each, the total investment is 100, which is the CP. He made a profit of 20% in those 10 pen, and then again buys 10 pens for 150 rupees. He has a loss of 20%. Okay, so എ എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരൻ ആദ്യം അയാൾ 10 പെൻ 100 രൂപയ്ക്ക് മേടിച്ചു, അയാൾക്ക് 20% പ്രോഫിറ്റ് ഉണ്ടായി. വീണ്ടും 10 പെൻ 150 രൂപയ്ക്ക് മേടിച്ചു, അയാൾക്ക് 20% ലോസ് ഉണ്ടായി. സോ എഫക്റ്റീവ്ലി ഓൺ എ പ്യുവർ പെർസെൻറ്റേജ് പെർസ്പെക്റ്റീവ് ഫസ്റ്റ് അയാൾക്ക് 20% ലാഭമുണ്ടായി, രണ്ടാമത് അയാൾക്ക് 20% നഷ്ടമുണ്ടായി. സോ എഫക്റ്റീവ്ലി നമ്മൾ പെർസെൻറ്റേജിൻ്റെ ടേംസിൽ മാത്രമായി കൺസിഡർ ചെയ്താൽ you cannot say that this is actually an even business, meaning it has neither profit nor loss എന്ന് പറയാൻ സാധിക്കില്ല. അതാണ് പെർസെൻറ്റേജ് ക്യാൻ ബി സംടൈംസ് മിസ്ലീഡിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അയാൾ ആദ്യം 10 പേന 100 രൂപയ്ക്കാണ് വാങ്ങിയത്, എന്നിട്ട് അയാൾ 20% അയാൾക്ക് ലാഭമുണ്ടായത്. ഓക്കെ, രണ്ടാമത് അയാൾ 10 പേന 150 രൂപയ്ക്കാണ് വാങ്ങിയത്, അതിൽ ആ 150 രൂപയുടെ 20% അയാൾക്ക് നഷ്ടമുണ്ടായത്. സോ 100 രൂപയുടെ 20% അയാൾക്ക് ലാഭമുണ്ടായത് ഫസ്റ്റിൽ, 150 രൂപയുടെ 20% അയാൾക്ക് നഷ്ടമുണ്ടായത്. സോ അയാൾക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അയാൾക്ക് എന്തുമാത്രം ലാഭമുണ്ടായി, എന്തുമാത്രം നഷ്ടമുണ്ടായി. സോ നമുക്ക് പ്രോഫിറ്റ് percentage is actually equal to profit by cost price times 100. So profit percentage first case തന്നിട്ടുണ്ട്, which is profit percentage is 20 is equal to profit, we cannot know what is the profit, by CP. അറിയത്തില്ലാത്തതുകൊണ്ട് അതിന് x എന്ന് കൊടുക്കുക, to 100. CP is actually 100. So which implies 20 is equal to x by 100 into 100. So
അയാൾക്ക് എക്സ് ഈസ് ഈക്വൽ ടു 100, എക്സ് ഈസ് ഈക്വൽ ടു 100 അല്ല 20 റുപ്പീസാണ് അയാൾക്ക് ലാഭം ഉണ്ടായത്. ഓക്കെ, ഇയാൾ 100ഉം ഇവിടുത്തെ 100ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ, സോ ആദ്യത്തെ ബിസിനസ് അയാൾക്കുണ്ടായ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്, റുപ്പീസ് 20. ഓക്കെ, രണ്ടാമത്തെ ബിസിനസ് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ബിസിനസ്സിനകത്ത് അയാൾക്കുണ്ടായ ലോസ് പെർസെൻറ്റേജ് ഈസ് ആക്ച്വലി ലോസ് ബൈ സി പി ഇൻറ്റു 100. സോ ലോസ് തന്നിട്ടുണ്ട്, വിച്ച് ഇംപ്ലൈസ് ലോസ് പെർസെൻറ്റേജ് ഈസ് 20 ഈസ് ഈക്വൽ ടു ലോസ് ബൈ 150 ഇൻറ്റു 100. ലോസ് എത്രയാണ് നമുക്കതിന് എക്സ് എന്ന് കൊടുക്കാം, വിച്ച് ഇംപ്ലൈസ് ഇത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വി ഗെറ്റ് 20 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 15 ഇൻറ്റു 10 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 0യും 0യും വെളിത്തെ താഴെ 0യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, അതിൽ 10 കൊണ്ട് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എക്സ് ബിക്കംസ് 30 എന്ന് കിട്ടും. ഓക്കെ, സോ അയാൾക്ക് ആദ്യത്തെ ബിസിനസ്സിൽ അയാൾക്ക് 20 രൂപ ലാഭമുണ്ടായെങ്കിൽ രണ്ടാമത്തെ ബിസിനസ് അയാൾക്ക് 30 രൂപ നഷ്ടമുണ്ടായി. സോ എഫക്റ്റീവ്ലി അയാൾക്ക് ആകെക്കൂടെ ബിസിനസ്സിൽ നഷ്ടമാണ് ഉണ്ടായത്. കാരണം ഇവിടെ 20 രൂപ ലാഭം ഉണ്ടായപ്പോൾ ഇവിടെ 30 രൂപ അയാൾക്ക് നഷ്ടമുണ്ടായി. സോ എഫക്റ്റീവ്ലി അയാൾക്ക് 10 രൂപ ലോസാണ് ഉണ്ടായത്. സോ ദിസ് ഈസ് ഹൗ why I say that percentage can be sometimes misleading. So even if you don't have the correct set of data or all the set of data which you are given with, you cannot conclude from a percentage perspective that whether our business is actually a profit or a loss in total. അപ്പോൾ ഒരു ബിസിനസ്സിന് ടോട്ടൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാതെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൺക്ലൂസീവ് ആയിരിക്കില്ല. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. Now let's move on to some problems. So the first question, a man sells his scooter for rupees 18,000, making a profit of 20%. How much did the scooter cost him? So ഇവിടെ അയാളുടെ സ്കൂട്ടർ 18,000 രൂപയ്ക്ക് വിറ്റു. സോ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാളുടെ കോസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദ ആൻസർ ഈസ്, നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ആദ്യം എഴുതുക. സോ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഈസ് ആക്ച്വലി 18,000 ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട് 20. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. നമുക്കറിയാം പ്രോഫിറ്റ് ഈസ് ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ആക്ച്വലി പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ടൈംസ് 100 ആണ്. നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ സി പി ഇൻറ്റു 100, ഇങ്ങനെയും എഴുതാം. ഓക്കെ, നൗ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, നമുക്ക് കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു ഇക്വേഷൻ്റെ അകത്ത്. സോ 20 ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി ബൈ സി പി ടൈംസ് 100, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് ഈസ് ആക്ച്വലി 18,000. സോ 20 ഈസ് ഈക്വൽ ടു 18,000 മൈനസ് സി പി ടൈംസ് 100 ബൈ സി പി. നമുക്ക് കോസ്റ്റ് പ്രൈസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഈ സി പി ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 20 സി പി ഈസ് ഈക്വൽ ടു 18,000 ഇൻറ്റു 100, ഈ 100 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് 100 ഇൻറ്റു സി പി വിച്ച് ഈസ് 100 സി പി. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മൈനസ് പ്ലസ് ആകും. സോ 20 പ്ലസ് 100 സി പി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു
18,000 times 100, which implies 120 CP is equal to 18,000 times 100 divided by, നമ്മൾ സി പി ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇംപ്ലൈസ് സി പി ഈസ് ഈക്വൽ ടു 18,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120. ഈ 120 മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 15,000. ഓക്കെ, സോ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഈസ് ആക്ച്വലി, കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. കോസ്റ്റ് പ്രൈസ് ഈസ് ആക്ച്വലി 15,000. അയാൾ 15,000 രൂപയ്ക്ക് മേടിച്ചതാണ്, അയാൾ 18,000 രൂപയ്ക്ക് വിറ്റത്. സോ ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി. വി ക്യാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ആസ് വെൽ. സോ പ്രോഫിറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 18,000 സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, വിച്ച് ഈസ് 3,000. സോ അയാൾക്ക് 3,000 രൂപയാണ് അതിനകത്ത് ലാഭം കിട്ടിയത്. ഇനി നമുക്ക് വേണമെങ്കിൽ റീചെക്ക് ചെയ്യാം whether or not this is correct. Okay.